ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റാണ്, വെറൈറ്റിയുമാണ്. ഒറ്റ ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിനൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാൻ വെച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക, നിർബന്ധമൊന്നുമില്ല. ഒരു പഴത്തിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് മഞ്ഞൾ ചേർത്തിട്ടുള്ളത്. മഞ്ഞളിൻ്റെ ഒരു പച്ചക്കൊത്ത് മാറുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കണം. മഞ്ഞളൊക്കെ ആ പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. നല്ല മഷി പോലെ ഒന്ന് അലിഞ്ഞ് വരണം പഴം. അതുവരെ നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, നല്ല പഴുത്ത പഴം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഏകദേശം പഴമൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല നൈസായിട്ട് ഒന്ന് പൊടിച്ച് വരാം. അങ്ങനെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴം ഒന്നും കൂടി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ പഴത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പിൽ കുറച്ച് താഴെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും കൂടി ഇതിലോട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരണം. നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അവലും കൂടി ചേർക്കാം. പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ മിക്സായി കിട്ടിക്കോളും. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇത് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂട് പോയിട്ടുണ്ട്. നല്ലോണം ചൂട് പോകാൻ നിൽക്കണ്ട. നമുക്ക് ഇങ്ങനെ ഒന്ന് കയ്യിലോട്ട് എടുക്കാം. ഇപ്പോൾ കയ്യിൽ ഞാൻ ഒട്ടും തന്നെ ഓയിലൊന്നും തേച്ചിട്ടില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇതിനൊന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടമുള്ളത് ആ ഷേപ്പിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കാണുന്നത് പോലെയാണ് ചെയ്തെടുക്കുന്നുള്ളത്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബോൾ പോലെ ആക്കാം, അല്ലാതെ ഏത് കബാബ് പോലെ ആക്കാം, കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കാം. അപ്പോൾ ഞാനൊന്ന് നീളത്തിൽ ഈ ഷേപ്പാണ് ആക്കി കൊടുക്കുന്നുള്ളത്. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇളം ചൂടിൽ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായിപ്പോവും. അപ്പോൾ നമുക്ക് ഷേപ്പ് ആക്കാൻ കിട്ടത്തില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി അടുത്തുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ഒത്തിരി എൻ്റെ ചാനലിലുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒത്തിരി റെസിപ്പി. ഇപ്പോൾ പാനിലോട്ട് ഇതിനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. ഞാനിപ്പോൾ നെയ്യിലാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മാത്രം നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്നില്ല, അതുവരെ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും മതി കേട്ടോ. നെയ്യ് കൂടുതലൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും വെറൈറ്റിയും ഈസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായും നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു പഴം ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്.